എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഭക്ഷ്യ സാമഗ്രികളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ ദിവസേന പത്രത്തിലും ടി വിയിലൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പച്ചക്കറി സാധനങ്ങൾക്ക് അതിഭീകരമായ വിലയാണ്. 100 രൂപയ്ക്ക് മുകളിലാണെന്ന് തോന്നുന്നു ബീൻസ്, തക്കാളി പോലുള്ള സാധനങ്ങൾ. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ കുറ്റം പറയുന്നത്. കാരണം ഇതിപ്പോൾ എല്ലാം നമ്മൾ അന്യ സംസ്ഥാനക്കാരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പണി ചെയ്യണമെങ്കിൽ പണിക്ക് പോലും നമ്മുടെ നാട്ടിലില്ല. അന്യ സംസ്ഥാനക്കാർ തൊഴിലാളികളൊക്കെ ജാർഖണ്ഡുകാരോ ആസാംകാരോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഭക്ഷ്യക്ഷാമത്തിന് അല്ലെങ്കിൽ ഭക്ഷ്യ വിലക്കയറ്റം, എല്ലാവരും വിലക്കയറ്റമാണ് എന്ന് പറഞ്ഞ് ഈ കരയുമ്പോൾ ഇല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ തന്നെ നോക്കിയാൽ കുറേ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകുമെന്നിരിക്കുന്നത്. കാരണം അത് നമ്മൾ ഈ കൊറോണ കാലത്ത് തെളിയിച്ചതാണ്. കൊറോണ കാലത്ത് നമ്മൾ പുട്ടുകുളത്തിലും ചിരട്ടയിലും വരെ കപ്പ, കാച്ചിൽ, ചേമ്പ്, അങ്ങനെ ചീനി മുതൽ എല്ലാ സാധനങ്ങളും നട്ടു. ഇപ്പോൾ ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഒരു വീടും ഒരു 2 സെൻറ്റ് സ്ഥലവും ഇല്ലെങ്കിൽ ഒരു അപ്സൈഡും ഉണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം ഒരു കുടുംബത്തിനുള്ള പച്ചക്കറി വിൽക്കാനൊന്നുമില്ലെങ്കിലും പച്ചക്കറി സാമഗ്രികൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. ഒരു ചുവട് വഴുതന, പാവൽ, ചീനി, വെണ്ട, ഇതൊക്കെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിനകത്തായിരിക്കും വെക്കാൻ പറ്റും. അതുപോലെ ഈ കുറച്ച് സ്ഥലമുള്ളവർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഈ കുണിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കത്ത് കുണിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വാശ്രയ സംഘം അവിടെ ചെറുപ്പക്കാർ രൂപീകരിച്ചിട്ട് എൻ്റെ ഒരു യുവ സ്നേഹിതൻ വി ടി തോമസ്, ഒരു ഡിൽസൺ സെബാസ്റ്റ്യൻ, ഒരു നസീമ, ഒരു നാസർ, ഒരു സണ്ണി, അങ്ങനെ ഒരു 22 പേര് കൂടിയിട്ട് അവരൊരു സംഘം രജിസ്റ്റർ ചെയ്തിട്ട് പച്ചക്കറി വിത്തുകൾ സ്വയം കണ്ടെത്തി അവർ പരിപോഷിപ്പിച്ചൊരു സംഘം രജിസ്റ്റർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അത് അയൽവാസികൾക്കും സമീപവാസികൾക്കുമായിട്ട് കൊടുക്കാനുള്ള രീതിയിൽ അവർ ചെയ്യുകയാണ്. അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ ഇവർ മറ്റേതോ ഒരു കർഷക സംഘത്തിൽ അംഗങ്ങളായിരുന്നു. നമ്മുടെ ഈ കർഷക സംഘടനകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത നാടാണ് നമ്മുടേത്. അത് പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം ഈ കർഷകൻ ഇല്ലെ കൃഷിക്കാരൻ എന്ന പേരിനോട്, ആ പേരിൻ്റെ പര്യായമായിട്ടുള്ള ഹിന്ദിയിലോ മലയാളത്തിലോ അല്ലെ തമിഴിലോ ഇംഗ്ലീഷിലോ ഉള്ള ഏതെങ്കിലും ഒരു പേരിട്ട് അതിനൊരു ട്രസ്റ്റ് അതിൽ സൊസൈറ്റി എന്നൊരു നാമകരണം കൊടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെടാതെയോ ഉള്ള പല സംഘങ്ങൾ പല സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർഷകനെ സഹായിക്കുക, ഇല്ലെങ്കിൽ കൃഷിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതിനേക്കാളും ഉപരി ഇവർ ചെയ്യുന്നത് മാസവരി പിരിക്കുക, ഫണ്ടുണ്ടാക്കുക, എന്നിട്ട് അതുപോലെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു ദിവസം നമ്മൾ കർഷകർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് ആ പൈസ നമ്മൾ മിച്ചം വെച്ച് അത് ഇതിലേക്ക് കൊടുത്ത് ബാക്കി പാവപ്പെട്ട കർഷകരെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന നല്ല സംഘടനകളുണ്ട് എന്ന് കേൾക്കുന്നു. പല രീതിയിലുള്ള സംഘടനകളുണ്ട്. പക്ഷേ പലരും ചെയ്യുന്നത് ഈ സർക്കാരിൽ നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നായാലും കേരള ഗവൺമെൻറ്റിൽ നിന്നായാലും കിട്ടുന്ന ഫണ്ടുകൾ സ്വരൂപിച്ച്, ഇല്ലെങ്കിൽ അത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ കർഷകരെ കുറച്ച് പേരെ കൂട്ടം കൂടി ചേർത്തിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം കാര്യമായിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് വേറെ കർഷകർക്ക് വേണ്ടി ഇവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവില്ല. ചെയ്യുന്നവർ കാണുമായിരിക്കും, ഇല്ലെന്നല്ല. അപ്പം ഞാൻ പറയുന്നത് ഈ കുണിഞ്ഞി മേഖലയിൽ ചെറുപ്പക്കാർ കാണിച്ച പോലെ ഓരോ പ്രദേശങ്ങളിലും ഇപ്പോൾ ഫ്ലാറ്റുകളിലായപ്പോലും ഇതുപോലെ 1-2 ചട്ടിയൊന്നും വെക്കുന്നതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ഈ കുറച്ച് ആളുകൾ കൂടിയിട്ടില്ലെങ്കിൽ ഇത് തരിശായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ കൊച്ചു മെനക്കെട്ടിൽ നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു പരിധി വരെ ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും, കൊല കണക്കിനുണ്ടാവും. അതുപോലെ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, പ്ലാവ് ഞാനിത് ചക്കക്കുരു പാകി പ്ലാവ് നട്ട് വെച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ പണിക്കാരില്ല, അല്ലാത്തൊരു പണിക്ക് സ്ഥിരമായിട്ടൊന്നും പണിക്കാരില്ല. അപ്പോൾ ഇനി ഒരു ചക്കയുടെ കാലത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ പ്ലാവ് നട്ട് വെച്ചിരുന്ന ഈ പറഞ്ഞ മൊത്തം പ്ലാവ് നടുക, റബ്ബർ നട്ടിരുന്ന സ്ഥലമാണ്. റബ്ബർ കളഞ്ഞിട്ട് പ്ലാവും ബാക്കി വാഴയും ഇതൊക്കെ ഇട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വലിയ കൃഷിക്കാരൊന്നും ആയില്ലെങ്കിലും ഇത് ചെയ്ത് തുടങ്ങിയ ഒരു രസമുള്ള പരിപാടിയാണ്. ഈ ഒരു 4 ഗ്രോ ബാഗ് മേടിച്ച് വീടിന് വെച്ച് വെച്ചു, അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. നമുക്കത് വിഷമില്ലാതെ കഴിക്കാമെന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്കെല്ലാവരും എളുപ്പം നമ്മളായിരിക്കും. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് വൈകുന്നേരം വന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കുറിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ എന്നല്ല, നമ്മുടെ ഈ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനുള്ളൊരു നടപടിയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എന്തായാലും ഈ കുണിഞ്ഞിയിൽ കണ്ട ഈ എൻ്റെ യുവ സ്നേഹിതൻ വി ടി തോമസിനെയും, ഡിൽസൺ സെബാസ്റ്റിനെയും, നസീമയെയും, അർജുൻ കെ ആറിനെയും, അതുപോലെ സണ്ണിയെയും, മനുവിനെയും, അവരെ എല്ലാവരെയും അഭിനന്ദിക്കുക. കാരണം ഇങ്ങനെ ഉള്ള ചെറുപ്പക്കാരെന്നല്ല, ഇങ്ങനെയുള്ള മനുഷ്യർ മുമ്പോട്ട് വന്ന് കൂട്ടായ്മകൾ രൂപീകരിച്ച് മാതൃകയാകേണ്ടതാണ്. എന്തായാലും കുണിഞ്ഞിക്കാർ ഈ ഒരു കാര്യത്തിൽ മാതൃകയാണ്, അവരെ അഭിനന്ദിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ 1-2 വീട്ടുകാരിൽ സ്വന്തമായിട്ടായാലും കഴിയുന്നത്ര രീതിയിൽ അവനവന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.